ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. വചനം 11. അറഅയ്ത കണ്ടുവോ, ഇൻകാന അദ്ദേഹമാണെങ്കിൽ, അലൽ ഹുദ സന്മാർഗത്തിൽ കണ്ടുവോ അദ്ദേഹം അഥവാ ആ അടിയാൻ സന്മാർഗത്തിലാണെങ്കിൽ. ഔ അമറ ബിത്തഖ്വാ. വചനം 12. ഔ അമറ അല്ലെങ്കിൽ കൽപ്പിച്ചു എങ്കിൽ, ഉപദേശിക്കുകയാണ് എങ്കിൽ, ബിത്തഖ്വാ സൂക്ഷ്മതയെപ്പറ്റി, ഭയഭക്തിയെപ്പറ്റി. അല്ലെങ്കിൽ അദ്ദേഹം സൂക്ഷ്മത അഥവാ ഭയഭക്തിയെപ്പറ്റി കൽപ്പിക്കുകയാണെങ്കിൽ. അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ. വചനം 13. അറഅയ്ത നീ കണ്ടുവോ, ഇൻ കദ്ദബ അവൻ കളവാക്കിയെങ്കിൽ, വതവല്ല തിരിഞ്ഞു കളയുകയും കണ്ടുവോ അവൻ അഥവാ വിരോധിക്കുന്നവൻ വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അലം യഅലം ബിഅന്നല്ലാഹ യറാ. വചനം 14. അലം യഅലം അവൻ അറിഞ്ഞിട്ടില്ലേ, ബിഅന്നല്ലാഹ അല്ലാഹു ആകുന്നു എന്ന്, യറ കാണുന്നു എന്ന്. അവൻ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു കാണുന്നുണ്ടെന്ന്. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. വചനം 15. കല്ല വേണ്ട, ലഇല്ലം യൻതഹി അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ, ലനസ്ഫഅൻ നിശ്ചയമായും നാം പിടിച്ചു വലിക്കും, ഊക്കോടെ പിടിക്കും, ബിന്നാസിയ ആ കുടുമയെ, നെറുകുന്തലക്ക്. വേണ്ട, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. വചനം 16. നാസിയത്തിൻ അതായത് ഒരു കുടുമ, കാദിബത്തിൻ വ്യാജവാദിയായ, കള്ളമായ, ഖാതിഅ പിഴച്ച, അബദ്ധക്കാരി, അതെ കള്ളവാദിയായ അബദ്ധക്കാരിയായ കുടുമ. ഫൽയദ്ഉ നാദിയഹ്. വചനം 17. ഫൽയദ്ഉ എന്നാൽ അവൻ വിളിക്കട്ടെ, നാദിയ തന്റെ സഭയെ, സഭക്കാരെ. എന്നിട്ട് അവൻ അവന്റെ സഭയെ വിളിച്ചുകൊള്ളട്ടെ. സനദ്ഉ സബാനിയഹ്. വചനം 18. സനദ്ഉ നാം വഴിയെ വിളിക്കാം, അസ്സബാനിയ സബാനിയത്തിനെ, നരകത്തിന്റെ മലക്കുകളെ. നാം സബാനിയത്തിനെ അഥവാ നരകത്തിലെ ഊക്കന്മാരായ മലക്കുകളെ വിളിച്ചുകൊള്ളാം. കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. വചനം 19. കല്ല വേണ്ട, ലാ തുതിഅഹു നീ അവനെ അനുസരിക്കരുത്, വസ്ജുദ് നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക, വഖ്തരിബ് സാമീപ്യം, അടുപ്പം നേടുകയും ചെയ്യുക, അടുത്തുകൂടുക. വേണ്ട നബിയെ, നീ അവനെ അനുസരിക്കരുത്, നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും അല്ലാഹുവിങ്കലേക്കു സാമീപ്യം തേടുകയും ചെയ്തു കൊള്ളുക. അപ്പോൾ ആ വിരോധത്തിന്റെ നില എന്തായിരിക്കും ആലോചിച്ചു നോക്കുക. സാരം: ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുവൻ വിലക്കുന്നു. എന്താണ് അവന്റെ നില ആലോചിച്ചു നോക്കുക.
ആ നമസ്കരിക്കുന്ന അടിയാൻ സന്മാർഗത്തിൽ നിലകൊള്ളുന്നവനോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിക്കുവാൻ ജനങ്ങളോട് കൽപ്പിക്കുന്ന ആളോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വാസ്തവത്തിലുള്ളതും. ആ വിലക്ക് എത്ര കടുത്തതും ശോചനീയവുമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അതേസമയത്ത് ആ വിലക്ക് ചെയ്യുന്ന ആൾ സത്യത്തെ കളവാക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞു മാറിപ്പോകുകയും ചെയ്യുന്നവനുമാണെങ്കിലോ അത് കൂടുതൽ കടുത്തതും ആപൽക്കരവുമായിരിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഇത്തരം ചെയ്തികളെക്കുറിച്ച് നടപടിയെടുക്കാതിരിക്കുകയില്ല എന്ന് അവൻ അറിഞ്ഞുകൂടെ. മുകളിൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നമസ്കരിക്കുന്ന അടിയാൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും നമസ്കാരത്തിന് തടസ്സം ചെയ്തവൻ അബൂജഹലാണെന്നും വ്യക്തമാണ്. ഈ വചനങ്ങൾ ആ പ്രത്യേക സംഭവത്തെ തുടർന്ന് അവതരിച്ചതായിരുന്നാലും അല്ലെങ്കിലും ശരി, നേർമാർഗത്തിലും സത്യത്തിലും നിലകൊള്ളുന്ന ഒരാൾ നമസ്കാരം തുടങ്ങിയ കർമ്മങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ അതിന് ഭംഗമുണ്ടാക്കുന്നത് മുഴുത്ത ധിക്കാരവും തനി അക്രമവുമാണെന്ന് പൊതുവിൽ എല്ലാവരെയും ഈ വചനങ്ങൾ താക്കീത് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെപ്പറ്റി ഗൗരവപ്പെട്ട ഭാഷയിൽ അള്ളാഹു തുടർന്നു പറയുന്നത് നോക്കുക. ഈ സൂറത്തിന്റെ അവസാനത്തിൽ ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി ഹദീസിൽ വന്നിരിക്കുന്നു. മാലിക്, മുസ്ലിം, നസായി. ആ ദുഷ്ടനായ മനുഷ്യനെക്കുറിച്ച് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പും കോപവുമാണ് ഈ വചനങ്ങൾ കാണിക്കുന്നത്. അത്തരം ധിക്കാരം അവൻ നിർത്തൽ ചെയ്യാത്ത പക്ഷം അവന്റെ ആ പിഴച്ച കള്ളത്തലയിലെ കുടമ പിടിച്ച് നാം അവനെ നരകത്തിലേക്ക് വലിച്ചിടും. അവന് ചില കിങ്കരന്മാരും കൂട്ടുകാരുമെല്ലാം ഉണ്ടല്ലോ. അവരെയെല്ലാം അവൻ സഹായത്തിന് വിളിച്ചേക്കട്ടെ. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. അവനെ പിടിച്ചു ശിക്ഷിക്കുവാൻ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതിമല്ലന്മാരുമായ ആ മലക്കുകളെ നാമം വിളിക്കുന്നതാണ്. അവന്റെ ധിക്കാരം അപ്പോൾ കാണാമല്ലോ എന്നിങ്ങനെ അള്ളാഹു അവനെ കഠോരമായ താക്കീത് നൽകുകയാണ്. നാസിയത്ത് എന്ന വാക്കിന് തലയുടെ മുൻവശത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും പ്രസ്തുത മുടി നിൽക്കുന്ന ഭാഗം അഥവാ നെറുകും തല എന്ന അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടും. ഇവിടെ ആദ്യത്തെ അർത്ഥത്തിനാണ് കൂടുതൽ യോജിപ്പുള്ളത്. വ്യാജവാദി എന്നും പിഴച്ച അബദ്ധക്കാരി എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവനോടുള്ള കഠിനമായ വെറുപ്പ് പ്രകടിപ്പിച്ചതാകുന്നു. സാക്ഷാൽ കള്ളവാദിയും പിഴച്ചവനും അവൻ തന്നെ. ജബാനിയ എന്ന വാക്കിന് മല്ലന്മാർ, ഊക്കന്മാർ, കാവൽക്കാർ, പോലീസ് എന്നൊക്കെയാണ് അർത്ഥം. കഠിനന്മാരും ഊക്കന്മാരുമായ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകുന്ന മലക്കുകളാണ് വിവക്ഷ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: അവൻ അവന്റെ സഭക്കാരെ വിളിച്ചിരുന്നുവെങ്കിൽ അതേ നാഴികയിൽ തന്നെ ശിക്ഷയുടെ മലക്കുകൾ അവനെ പിടികൂടുമായിരുന്നു. തിർമിദി, നസായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് നിന്നേക്കാൾ ജനസ്വാധീനം എനിക്കുണ്ട് എന്ന് അഹങ്കരിച്ചു പറഞ്ഞിരുന്ന അബൂജഹൽ ഈ വചനങ്ങൾ കേട്ടിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനെങ്കിലും അവന്റെ ആൾക്കാരെ ഒന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുകയുണ്ടായില്ല. അവസാനമായി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു: ആ ദുഷ്ടന്മാർ എന്തോ ചെയ്തു കൊള്ളട്ടെ, അത് വകവയ്ക്കേണ്ടതില്ല. അതിന് ഒരിക്കലും വഴങ്ങിപ്പോകരുത്. നമസ്കാരം നിർഭയം നടത്തിക്കൊള്ളുക. സൽക്കർമ്മങ്ങളും ആരാധനാകർമ്മങ്ങളും നടത്തി അള്ളാഹുവിന്റെ സാമീപ്യം നേടിക്കൊള്ളുകയും ചെയ്യുക. അതിൽ ആരെയും പേടിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഒരു അടിയാൻ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന അവസരത്തിലാകുന്നു. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചുകൊള്ളുവിൻ. മുസ്ലിം. സുജൂദിലായിക്കൊണ്ട് ചെയ്യുന്ന ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം.